إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. الله سبحانه وتعالى നമുക്ക് നിശ്ചയിച്ച നമസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവുമായുള്ള ഏറ്റവും അടുത്ത ബന്ധവും പ്രപഞ്ച സൃഷ്ടാവിനോടുള്ള ആത്മാർത്ഥമായ സംഭാഷണവുമാണ്. ലൗകികമായ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി അല്പനേരം മനസ്സിന് ആശ്വാസവും സമാധാനവും കണ്ടെത്താനുള്ള ഒരു അഭയസ്ഥാനമാണ് നമസ്കാരം. ഒരു അഭയസ്ഥാനമാണ് നമസ്കാരത്തിനുള്ളത്. എന്നാൽ ഇന്നത്തെ യാന്ത്രികവും തിരക്ക് പിടിച്ചതുമായ ലോകത്ത് പലർക്കും നമസ്കാരത്തിന്റെ ആത്മീയമായ അനുഭൂതി നേടിയെടുക്കാൻ സാധിക്കാതെ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു കേവലം കടമയായി മാത്രം നമസ്കാരം മാറിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ കൂടെ ആ ഇബാദത്തിൽ മനസ്സിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാവേണ്ട ആ നമസ്കാരം മനസ്സാന്നിധ്യം പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. നമസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം മനസ്സുകൊണ്ട് പലയിടങ്ങളിലും പോകുന്നൊരവസ്ഥ, നമസ്കാരത്തിന്റെ ഹലാവത്ത്, ആ മാധുര്യം, യഥാർത്ഥ മാധുര്യം അനുഭവിക്കാൻ കഴിയാത്ത ആധുനിക മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒട്ടേറെ ഘടകങ്ങൾ ഇതിന് വിഘാതമായി, ഈ അനുഭൂതി ആസ്വദിക്കുന്നതിന് വിഘാതമായി അവന്റെ മുന്നിലുണ്ട്. ഇന്നത്തെ തലമുറക്ക് സോഷ്യൽ മീഡിയയിലെ റീൽസുകളും ഷോർട്സുകളും നിരന്തരമായി കാണുന്ന ഒരിടത്ത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിൽ അവന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് ഇന്ന് ഗണ്യമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമസ്കാരത്തിലും മൊബൈൽ ഫോണിലെ നോട്ടിഫിക്കേഷനും മെസ്സേജുകളെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ബാധ്യതകൾ തുടങ്ങിയ മാനസികമായ സമ്മർദ്ദങ്ങൾ പലപ്പോഴും നമസ്കാര സമയത്ത് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുകൾ കാരണം വേഗത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു ഭാരമായി നമസ്കാരത്തെ നോക്കിക്കാണുന്നു. ഇത് പലപ്പോഴും അതിന്റെ അനുഭൂതി ഇല്ലാതാക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് പറയുകയുണ്ടായി, ഇന്ന ഫിദ്ദുനിയ ജന്ന, ഇന്ന ഫിദ്ദുനിയ ജന്ന, ദുനിയാവിലൊരു സ്വർഗമുണ്ട്. മൻ ലം യദ്ഖുൽഹ
ലം യദ്ഖുലിൽ ജന്നത്തുൽ ആഖിറ ലം യദ്ഖുൽ ജന്നത്തുൽ ആഖിറ. ദുനിയാവിലെ സ്വർഗ്ഗത്തിൽ ആർക്കാണോ പ്രവേശിക്കാൻ സാധിക്കാത്തത് അവൻ ആഖിറത്തിലെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ദുനിയാവിലെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തവന് ആഖിറത്തിലെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എന്താണ് ദുനിയാവിലെ സ്വർഗം? ദുനിയാവിൽ മനുഷ്യന് ഏറ്റവും അധികം അനുഭൂതി ലഭിക്കുന്ന, ആസ്വാദനം ലഭിക്കുന്ന സ്വർഗത്തെ സംബന്ധിച്ചാണ്, ദുനിയാവിലെ സ്വർഗത്തെ സംബന്ധിച്ചാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. മനുഷ്യന് ആസ്വാദനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, എന്റർടൈൻമെന്റിന് വേണ്ടി മനുഷ്യൻ സ്വർഗം പണിയുന്നുണ്ട് ഭൂമിയിൽ. എന്നാൽ അതൊന്നുമല്ല, അത്തരം ഇടങ്ങളിൽ നിന്നൊന്നും ലഭിക്കാത്ത, എന്നാൽ സാമ്പത്തികമായി ഒരു നിലക്കും ചെലവില്ലാത്ത അനുഭൂതിയെ സംബന്ധിച്ചാണ്, ഹലാവത്തിനെ സംബന്ധിച്ചാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ദുനിയാവിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചത്. അത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് കാരണം റബ്ബിനെ സ്മരിക്കുന്നതിലൂടെ, ഇബാദത്തിലൂടെ നമ്മുടെ ഖൽബിന് ലഭിക്കുന്ന, ഹൃദയത്തിന് ലഭിക്കുന്ന അനുഭൂതിയാണ്, സന്തോഷമാണ്. അതുകൊണ്ടാണ് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇത് നോക്കൂ നിങ്ങൾ, ഇന്ന് പലപ്പോഴും നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറുണ്ട്, പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട്, മറ്റു പലതും ഇടക്കിടക്ക് ഇങ്ങനെ ചെക്കപ്പ് നടത്തും. എന്തിനാ? ആരോഗ്യസ്ഥിതി ബോധ്യപ്പെടുന്നതിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശരീരത്തെ ബാധിക്കാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് ചെക്കപ്പ് നടത്തുന്നത്. എന്നാൽ നമ്മളോട് ഇടക്കിടക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ആര്? പ്രമുഖ താബഈ പണ്ഡിതനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, തഫഖദു അൽ ഹലാവ, ഹലാവ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഫി സലാസത്തി അഷ്യാ, 3 കാര്യങ്ങളിൽ അനുഭൂതി, ആസ്വാദനം, നിങ്ങൾക്ക് മാധുര്യം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഏതാണ് 3 കാര്യം? 1 ഫിസ്വല, നമസ്കാരത്തിന്റെ വിഷയത്തിൽ. 2 വഫി ദിക്രി, ദിക്റിന്റെ കാര്യത്തിൽ. 3-മത്തേത് വഫി തിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ വിഷയത്തിൽ. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹലാവത്ത് ലഭിക്കുന്നുണ്ടോ എന്നത് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നാണ്. വഇൻ വജദ്തും ഫളു വഅബ്ശിറു, അങ്ങനെ ചെക്ക് ചെയ്തു നിങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോ അതിൽ ഹലാവത്ത് ലഭിക്കുന്നുണ്ട്, അനുഭൂതി ലഭിക്കുന്നുണ്ട്. ദിക്റിനെ കുറിച്ച് ആലോചിക്കുമ്പോ അതേ ആ അനുഭൂതിയോടുകൂടി അവ നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഹലാവത്തോടുകൂടി, ആ അനുഭൂതിയോടുകൂടി പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതെങ്കിൽ അതേ രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക, അതോടൊപ്പം സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഒരു നമസ്കാരം അതിലൊരു അനുഭൂതിയുമില്ല, ഒരു ഹലാവത്തുമില്ല. ദിക്ർ എന്തൊക്കെയോ അധര വ്യായാമമായി നാവിലൂടെ ഇങ്ങനെ യാന്ത്രികമായി മാത്രം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ ഹൃദയത്തിൽ തൊടാതെ, തൊണ്ട തൊട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങാത്ത പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ് എനിക്കുള്ളത് എന്ന നിലക്കുള്ള മറുപടിയാണ് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ അറിയണം, അന്നൽ ബാബ മുഗ്ലഖുൻ, വാതിലടക്കപ്പെട്ടിട്ടുണ്ട്, വാതിലടക്കപ്പെട്ടിട്ടുണ്ട്. അടക്കപ്പെട്ട വാതിൽ നിങ്ങൾ തുറക്കണം. തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ വാതിൽ തുറക്കണം. ഈ പറയുന്ന 3 കാര്യങ്ങളിലും നിങ്ങൾക്ക് ഹലാവത്തുണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ഈമാനിന്റെ ഹലാവത്ത് എന്നത് അത് ആസ്വദിച്ചവനല്ലാതെ അറിയാൻ കഴിയുകയില്ല. ആ പാനപാത്രത്തിൽ നിന്ന് ദാഹം തീർക്കാൻ കഴിയണം. അത് ഹൃദയത്തിന്റെ ഭക്ഷണമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വലിയകളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിക്ഷേപിക്കുന്ന നൂറാണത്. അത് നമ്മുടെ ഹൃദയത്തിലുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആമുഖമായി കേൾപ്പിച്ച വചനം വിജയിച്ച വിശ്വാസികൾ, സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഇതാ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അവരുടെ വിജയത്തിന്റെ നിദാനമായി എടുത്തു പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമത്തേതായി എടുത്തു പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കരിക്കുന്നവരാണ് എന്നല്ല, മറിച്ച് അവരുടെ നമസ്കാരത്തിൽ ഖുശൂഉ ഉള്ളവരായിരുന്നു അവർ എന്നാണ്. എന്താണ് ഖുശൂഉ? ഖുശൂഉ എന്നാൽ
ഹുദൂറുൽ ഖൽബ് ബൈന യദൈല്ലാ, അല്ലാഹുവിന്റെ മുന്നിൽ ഹൃദയത്തെ സന്നിഹിതമാക്കലാണ് ഖുശൂ എന്നത്. ആ നിലക്ക് നമസ്കാരം നിർവഹിച്ചവർ അവരാണ് വിജയിച്ചവരെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണവും പാനീയവും എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതിലുപരിയായി പ്രാധാന്യമുള്ള വിഷയമാണ് ഹൃദയത്തിന് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നത്. അതെങ്ങനെ ഹൃദയത്തിന് അനുഭൂതി ലഭിക്കും? ഇന്ന ഇബാദത്തുഹും സുബ്അൻ, അവരുടെ ഇബാദത്ത് സുബ്അൻ, ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ട് ചെയ്യുന്നതല്ലാതെ മറിച്ച് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിലൂടെ, അള്ളാഹുവിനോടുള്ള തൃപ്തിയിലൂടെ അവരിൽ നിന്ന് ഉണ്ടായി വരുന്ന ആ ഇബാദത്ത് വഫീഹാ ഖുർറത്തു ഉയൂനിഹിം, അവരുടെ കണ്ണിന് കുളിർമ ലഭിക്കും അതിലൂടെ. വസുറൂറു ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് സന്തോഷം ലഭിക്കും അതിലൂടെ. വലദ്ദത്തു അർവാഹിഹിം, അവരുടെ ആത്മാക്കൾക്ക് വല്ലാത്ത ആസ്വാദനം, അനുഭൂതി ആ ഇബാദത്തിലൂടെ ലഭിക്കുമെന്നാണ്. അപ്പൊ ആ ഇബാദത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമസ്കാരം. ഹൃദയത്തെ സംബന്ധിക്കുന്ന എന്ത് സംഭവിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിലേക്കായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അഭയം പ്രാപിച്ചത്. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്ക് ഏറ്റവും കൂടുതൽ കൺകുളിർമ ലഭിക്കുന്നത് എന്റെ നമസ്കാരത്തിലാണ്. അതുകൊണ്ടാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ, ബിലാൽ റാഹത്ത് കൊണ്ടോ, നമസ്കാരം കൊണ്ട് റാഹത്ത് കൊണ്ടോ, നമസ്കാരത്തിന് ബാങ്ക് വിളിക്ക്, എന്നിട്ട് നമസ്കാരം കൊണ്ട് നീ ഞങ്ങൾക്ക് റാഹത്ത് കൊണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമസ്കാരത്തിലാണ് അഭയം പ്രാപിച്ചത്. നമ്മളോട് അതിന് കൽപ്പിച്ചു. ഇപ്പൊ ഗ്രഹണം ബാധിക്കുമ്പോ ആ ഗ്രഹണം കഴിയുന്നത് വരെ നമസ്കാരത്തിൽ തുടരാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചില വിഷയങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാകും, അത് വേണോ ഇത് വേണോ, ഏതാണ് ഖൈർ എന്നറിയാത്ത ഒരു പ്രശ്നം. അത്തരം സന്ദർഭത്തിലാണ് സ്വലാത്തുൽ ഇസ്തിഖാറ, നമസ്കാരത്തിൽ അഭയം പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കാൻ വേണ്ടി പറഞ്ഞത്. സന്തോഷം തോന്നുന്ന സന്ദർഭത്തിൽ സുജൂദ് ചെയ്യാനാണ് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അതാഹു അംറുൻ യസുറുഹു ഔ യുസറു ബിഹി ഖറ സാജിദൻ ശുക്രൻ ലില്ലാഹി തബാറക വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല സന്തോഷ വാർത്ത സംഭവിച്ചാൽ, അങ്ങനെ അറിയിക്കപ്പെട്ടാൽ അള്ളാഹുവിനുള്ള നന്ദിയോളം സുജൂദിലേക്ക് വീഴുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇനി സഹാബത്തിന്റെ വിഷയം നോക്കൂ നിങ്ങൾ. ശത്രുക്കൾ വധിക്കാൻ ഒരുങ്ങുമ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിടൂ, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ. വധിക്കാൻ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അതിന് തൊട്ട് മുമ്പായി അദ്ദേഹം പറയുന്നത് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കട്ടെ എന്നതാണ്. എന്തുകൊണ്ട്? മറ്റുള്ള ഇബാദത്തിനൊന്നുമില്ലാത്ത വല്ലാത്ത ഒരു അനുഭൂതി വിശ്വാസിക്ക് നമസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അഹദക്കും ഇദാ ഖാമ ഫീ സ്വലാത്തിഹി, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഫഇന്നഹു യുനാജി റബ്ബഹു, അവൻ അവന്റെ റബ്ബുമായി സംസാരത്തിലാണ്. അതുകൊണ്ട് മാത്രവുമല്ല, ഔ ഇന്ന റബ്ബഹു ബൈനഹു വ ബൈനൽ ഖിബ്ല, അവനും ഖിബ്ലയുടെയും ഇടയിൽ, അവന്റെയും ഖിബ്ലയുടെയും ഇടയിൽ റബ്ബിന്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഖിബ്ലക്ക് അഭിമുഖമായി നിന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെയും ഖിബ്ലയുടെയും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാന്നിധ്യമുണ്ട്. ആ റബ്ബുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സംസാരമാണ് നമസ്കാരം. അപ്പൊ നോക്ക് നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്യും. ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതികരിക്കും, ഹമിദനി അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ ഹംദ് ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹ് അപ്പൊ പറയും. അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കും, അസ്നാ അലയ്യ അബ്ദി, ഇതാ എന്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു. മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോ മജ്ജദനി അബ്ദി, ഇതാ എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നമ്മൾ പറയാണ്, അല്ലാഹുവേ
നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. ഇതാണ് നമ്മളും അള്ളാഹുമായുള്ള കരാർ. അല്ലാഹ് പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതാണ് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള കരാർ. ആ കരാറിന്റെ പ്രഖ്യാപനമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ആ കരാർ നമ്മൾ പൂർത്തീകരിക്കുന്നതിലൂടെ അള്ളാഹു പറയും വലി അബ്ദി മാ സഅല, എന്റെ അടിമക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കാം. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നയിക്കണേ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഈ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഈ കോപിച്ചവരുടെ മാർഗത്തിലല്ല, നിന്നിൽ നിന്ന് പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല എന്ന് പറയുമ്പോ അല്ലാഹ് പറയും ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅല, ഇതെന്റെ അടിമക്കുള്ളതാണ്, അവൻ ചോദിച്ചത് എന്റെ അടിമ ചോദിച്ചത് എന്റെ അടിമക്കുണ്ട് എന്ന് അല്ലാഹ് പറയുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സൂറത്ത് ഫാത്തിഹയിലെ ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോ റഹ്മാനായ റബ്ബിന്റെ ഈ പ്രതികരണത്തെ ഓർത്തുകൊണ്ട് ഫാത്തിഹ പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. റബ്ബുമായുള്ള സംസാരമാണ് നമസ്കാരം എന്ന ബോധം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ എത്രമാത്രം ശ്രദ്ധയോടുകൂടി ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുക. പ്രതിഫലം അറിഞ്ഞുകൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി വരിക എന്നുള്ളതാണ്. കാരണം ഒരാൾ വീട്ടിൽ വെച്ച് വുളൂ ചെയ്ത് മൻ തതഹറ ഫീ ബൈതിഹി, വീട്ടിൽ വെച്ച് വുളൂ ചെയ്തു, സുമ്മ മള ഇലാ ബൈതി മിൻ ബുയൂതില്ലാ, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിലേക്ക് നടന്നു വരിക. എന്തിന്? ലിയഖ്ലിയ ഫരീളതൻ മിൻ ഫറാഇലില്ലാ, അല്ലാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി ഓരോ കാലടി വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് വരുമ്പോ കാനത്ത് ഖുത്വാതുഹു, അവന്റെ കാലടികൾ ഇഹ്ദാഹുമാ തഹദ്ദു ഖതീന വൽ ഉഖ്റാ തർഫഉ ദറജ, ഒരു കാലടി വെക്കുമ്പോൾ അവന്റെ പാപം പൊറുക്കുക, രണ്ടാമത്തെ കാലടി വെക്കുമ്പോൾ അവന്റെ പദവി ഉയരുക. ഓരോ സ്റ്റെപ്പിനും പാപം പൊറുക്കുന്നു, പദവി ഉയരുന്നു. ഇത്രമാത്രം മഹത്വം ഫർദ് നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഓഫർ ചെയ്തിട്ടുണ്ട്. ആ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി വുളൂ ചെയ്യുമ്പോഴോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂ, ഏറ്റവും നല്ല രൂപത്തിൽ അവൻ വുളൂ ചെയ്തു. അങ്ങനെ വുളൂ ചെയ്താൽ ഖറജത് ഖതായാഹു, അവനിൽ നിന്ന് പാപങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്ന്. എത്രത്തോളം അറിയോ? ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി, അയാളുടെ പാപങ്ങൾ അയാളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട് ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി, അവന്റെ നഖങ്ങൾക്കടിയിലൂടെ ആ പാപങ്ങൾ പുറത്തു പോകും. വുളൂ ചെയ്യുമ്പോ നഖങ്ങൾക്കടിയിലൂടെ ആ പാപങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കും. ആ നിലക്ക് വുളൂ ചെയ്യാൻ കഴിയണം. നമ്മൾ പലപ്പോഴും യാന്ത്രികമായി വുളൂ ചെയ്യുന്നു, യാന്ത്രികമായ നമസ്കാരം, യാന്ത്രികമായ ദിക്ർ, അതിങ്ങനെ ചെയ്ത് ശീലിച്ച് അതിലൂടെ അങ്ങനെ പോവുക എന്നതിലപ്പുറം ഇതിന്റെ ഈ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവ നിർവഹിക്കുമ്പോ അതിന് വല്ലാത്ത ഒരു ലദ്ദത്തും ഒരു ഹലാവത്തും നമുക്ക് ലഭിക്കും. ആ നിലക്ക് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് ഈ നമസ്കാരം. തിന്മകളിലേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ, നന്മയിൽ പിടിച്ചു നിർത്താനുള്ള ഒരു സംരക്ഷണ കോട്ടയാണ് യഥാർത്ഥത്തിൽ നമസ്കാരം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നീചവൃത്തികളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്നത് ഈ നമസ്കാരമാണ്. വല ദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലിയ ദിക്ർ അത് ഇതാണ്, ഈ നമസ്കാരമാണ്, അല്ലാഹുവിനെ സ്മരിക്കലാണ്. നോക്കൂ നിങ്ങൾ, യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് പറയാണ്, രോഗം വരുന്ന സന്ദർഭത്തിൽ ശരീരത്തിന് ഭക്ഷണത്തിന്റെ രുചി അറിയില്ല. പലപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ എത്ര രുചിയുള്ള ഭക്ഷണം കൊടുത്താലും അതിനൊന്നും ഒരു രുചി ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകും. അതേപോലെ പാപങ്ങൾ എമ്പാടുമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിന്റെ മാധുര്യം, ഹൃദയത്തിന് ഈ ഒരു ഇബാദത്തിന്റെ മാധുര്യം കണ്ടെത്താൻ ഹൃദയത്തിന് കഴിയില്ല. ഇതിന്റെ ഹലാവത്തും ലദ്ദത്തും ഹൃദയത്തിന് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ പാപമുക്തമാകണം. ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഇബാദത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ ലദ്ദത്തും ഹലാവത്തും യഥാരൂപത്തിൽ നമസ്കാരത്തിലൂടെയും മറ്റു ഇബാദത്തുകളിലൂടെയും
നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ നമുക്ക് ലഭിക്കും. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ജുൻദുബ് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയാൻ, സുബ്ഹ് നമസ്കരിച്ചവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അള്ളാന്റെ കാവലുണ്ടെങ്കിൽ പിന്നെ ഒരു സെക്യൂരിറ്റിയുടെയും ആവശ്യമില്ല. എത്രമാത്രം സംരക്ഷണ കോട്ട തീർത്താലും ശരി, അള്ളാന്റെ കാവലില്ലെങ്കിൽ, അള്ളാന്റെ സുരക്ഷ ഇല്ലെങ്കിൽ പിന്നെ മറ്റു ഭൗതികമായ ഒരു സംവിധാനത്തിനും ഒരു തിന്മയെ, ഒരു ആപത്തിനെ തടുത്തു നിർത്താൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ സുബ്ഹ് ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ എന്തിനാ? ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അതെ, അത് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. അധ്വാനിക്കാൻ വേണ്ടി മനുഷ്യനോട് ആജ്ഞാപിച്ചു. അത് ഹലാലായ രൂപത്തിലാവണമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ സമ്പാദിച്ചാൽ പോരാ, ആ സമ്പാദ്യത്തിൽ നമുക്ക് ബറക്കത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹ് നമുക്ക് നൽകുന്നതിൽ ബറക്കത്ത്, നമ്മുടെ സമ്പാദ്യത്തിൽ, നമ്മുടെ റിസ്ഖിൽ ബറക്കത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എത്ര സമ്പാദിച്ചാലും നഷ്ടം മാത്രമേ. എത്ര വരുമാനമുണ്ടെങ്കിലും എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ഈ ഒരു ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് രക്ഷ പലപ്പോഴും ഉണ്ടാവില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, അതിൽ ക്ഷമ അവലംബിക്കണം. അത് പറഞ്ഞ ഉടനെ തന്നെ പറയാം, വസ്തബിർ അലൈഹാ. ഇസ്തബറ എന്ന് പറഞ്ഞാല് ഒരിക്കൽ ക്ഷമിക്കുന്നതിനല്ല, നിരന്തരമായ ക്ഷമ അവനിൽ ഉണ്ടാവേണ്ടതുണ്ട്. നിരന്തരമായ ക്ഷമ ഉണ്ടാകണമെങ്കിൽ ഈ കൽപ്പന നിരന്തരമായി കൊണ്ടിരിക്കണം, നിരന്തരം കൽപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം പറയും നമസ്കരിക്കാൻ കുടുംബത്തോട്, മക്കളോട്, ഭാര്യയോട്, മറ്റുള്ളവരോട്, അല്ലേ? രണ്ടാമത്തത് നമ്മുടെ സ്വഭാവം മാറും. അങ്ങനല്ല പറഞ്ഞത്. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. ക്ഷമ, നിരന്തരമായ ക്ഷമ ഇതിലുണ്ടാവണം. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ, കുടുംബത്തോട് കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ ക്ഷമ അനിവാര്യമാണ് എന്നത് അതിനോട് ചേർത്ത് പറയാം. എന്നിട്ട് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തി പറയുന്നത്, ലാ നസ്അലുക റിസ്ഖ. റിസ്ക് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. അല്ലാഹ് നമ്മളോട് പറയാ, നിങ്ങളോട് ഞാൻ ഭക്ഷണം ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വ. ഞാനാണ്, നാമാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. അല്ലാഹയാണ് റിസ്ക് നൽകുന്നത്. നമസ്കാരം കൃത്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിൽ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകിക്കൊണ്ടിരിക്കും. അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിടത്തൊക്കെ അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅബ്ദൂൻ, എനിക്ക് ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി അല്ലാതെ എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തിൽ എന്താ പറഞ്ഞത്? മാ ഉരീദു മിൻഹും അയ്യുതഇമൂൻ. അവരെന്നെ ഭക്ഷിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവരെനിക്ക് റിസ്ക് നൽകുകയല്ല, ഞാനാണ്, അള്ളയാണ് റിസ്ക് റസ്സാഖ്. അള്ളയാണ് ഇന്നല്ലാഹ ഹുവ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ എന്ന് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരം നിർവഹിക്കുന്നവരുടെ സ്ഥാനമാണ്. ഒരു നമസ്കാരം കഴിഞ്ഞു, ഒരു നമസ്കാരം നിർവഹിച്ചു, മറ്റ് അനാവശ്യങ്ങളിലൊന്നും ഏർപ്പെടാതെ അതിനോട് ചേർത്തുകൊണ്ട് വീണ്ടും നമസ്കാരം നിർവഹിക്കുന്നവരുടെ സ്ഥാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വലാത്തുൻ ഫീ അസരി സ്വലാത്തിൻ ലാ ലഗ്വ ബൈനഹുമാ കിതാബുൻ ഫീ ഇല്ലിയീൻ. അവരുടെ സ്ഥാനം ഇല്ലിയീനിൽ, ഏറ്റവും നല്ല മനുഷ്യരുടെ, സുഹൃത്തവാന്മാരുടെ, അഹ്സിനീങ്ങളുടെ ആത്മാവ് ചെല്ലുന്ന ഇല്ലിയീനിൽ അവരുടെ രേഖപ്പെടുത്തപ്പെടും, അവരുടെ കാര്യം രേഖപ്പെടുത്തപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അഞ്ചാമതായി മനസ്സിലാക്കേണ്ടത്, ആ നിലക്ക് നമസ്കാരം നിർവഹിക്കുന്നവരെ നരകം സ്പർശിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലൻ യലിജിൻ നാർ അഹദുൻ സ്വല്ല ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഉറൂബിഹാ. സൂര്യാസ്തമയത്തിന് മുമ്പും സൂര്യോദയത്തിന് മുമ്പും നമസ്കാരം കൃത്യമായി നിർവഹിച്ചവൻ അവന് നരകം സ്പർശിക്കുകയില്ല. യഅനി അൽ ഫജ്ർ വൽ അസ്ർ. അസ്ർ നമസ്കാരത്തെക്കുറിച്ചും ഫജ്ർ നമസ്കാരത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോ ഒരുപാട് ഗുണങ്ങൾ, ധാരാളക്കണക്കിന് ഗുണങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നമസ്കാരം നിർവഹിക്കുന്നവരാണ്, സംശയമില്ല. പക്ഷേ നമ്മളോട് ചോദിക്കേണ്ടത്, ഈ നമസ്കാരത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അവ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ?
നമസ്കാരം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പങ്കുവെച്ച മാനസികാവസ്ഥ നമുക്കുണ്ടോ? പലപ്പോഴും ഇല്ല എന്നതായിരിക്കും ഉത്തരം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ മദ്യം വിലക്കിക്കൊണ്ട് ആയത്ത് അവതരിച്ച സന്ദർഭത്തിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് സമ്പൂർണമായ മദ്യനിരോധനം ഇസ്ലാം ഏർപ്പെടുത്തിയത്. മദ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന സമൂഹത്തെ 3 ഘട്ടങ്ങളിലായിട്ടാണ് അവരെ വിമോചനത്തിൽ മദ്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മദ്യമുക്തമായ ഒരു സമൂഹമാക്കി മാറ്റിയെടുത്തത്. അതിൽ ഒരു ഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാ, നിങ്ങൾ വിശ്വാസികളെ നമസ്കാരത്തോട് അടുക്കരുത്, വഅൻതും സുക്കാറ, മദ്യപിച്ചവരായിക്കൊണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ബാക്കി നമ്മൾ ആലോചിക്കാം. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, അങ്ങനെ നിങ്ങൾ വന്നാൽ നിങ്ങൾ പറയുന്നത്, നമസ്കാരത്തിൽ നിങ്ങൾ പറയുന്നത് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നമസ്കാരം നിർവഹിക്കേണ്ടത് എങ്ങനാ? നമസ്കാരത്തിൽ പറയുന്നത് മനസ്സിലായിക്കൊണ്ടാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, ദിക്റുകൾ അള്ളാഹുവിനുമായുള്ള സംസാരമാണ്. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നത്? ആ സംസാരിക്കുന്ന വിഷയം തീർച്ചയായിട്ടും സംസാരിക്കുന്നവന് അറിയേണ്ടതുണ്ട്. അപ്പോഴേ അത് സംസാരം എന്ന് പറയുള്ളൂ. അള്ളാഹുവുമായുള്ള സംഭാഷണമാണ് നമസ്കാരം. അള്ളാഹുവോട് നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. ആ നിലക്ക് ഹൃദയത്തിൽ നിന്നുള്ള ഒരു തേട്ടം, ഒരു സംസാരം, ഒരു സംഭാഷണം റബ്ബുമായി നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ലസ്സത്തും ഹലാവത്തും ഒരിക്കലും വർണ്ണിക്കാനാവാത്തതാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ഇബാദത്ത്, നമസ്കാരം നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമസ്കാരം ലദ്ദത്തോടുകൂടി, ഹലാവത്തോടുകൂടി നിർവഹിക്കാൻ എന്തെല്ലാമാണോ നാം ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ആ രൂപത്തിലല്ലാതെയാകുമ്പോൾ അത് ഭാരമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, സബർ കൊണ്ട്, ക്ഷമ കൊണ്ട്, നമസ്കാരം കൊണ്ട് അല്ലാഹുവോട് നിങ്ങൾ സഹായം തേടണം. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് അത് വലിയ ഭാരമാണ്. ആർക്കാണ് ഭാരം? ഖുശൂ ഇല്ലാത്തവർക്ക്. അപ്പൊ നമസ്കാരം ഭാരമായിട്ട് എപ്പോ തോന്നുന്നുണ്ടോ, ഖുശൂ ഇല്ല എന്നർത്ഥം. ജമാഅത്തിന് എത്താനുള്ള മനസ്ഥിതി എപ്പോഴാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അവിടെ ഖുശൂ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വഇന്നഹാ ലകബീറ, അത് വലിയ ഭാരമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. മഹാനായി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നമസ്കാരത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഹലാവത്ത്, ലദ്ദത്തോടെ, ഹലാവത്തോടു കൂടി, ആ ഗാംഭീര്യത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ ആ നമസ്കാരം ശത്രുക്കൾ ഇങ്ങനെ നോക്കിക്കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ ശുഐബ്, അസ്സലാത്തുക തഅ്മുറുക അൻ നത്റുക മാ യഅബുദു ആബാഉനാ ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്. ശുഐബ്, താങ്കളെ ഞങ്ങൾ കാക്കക്കാരണന്മാരായി ആരാധിച്ചു വരുന്ന ഈ ദൈവങ്ങളെ ഉപേക്ഷിക്കണമെന്ന് നിന്നെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം നിന്റെ ഈ നമസ്കാരമാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നമസ്കാരം കണ്ടിട്ടുള്ള ആ ഒരു അത്ഭുതം അത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അത്രയും ചൈതന്യം ഒരു ശത്രുക്കൾക്ക് പോലും നോക്കിയിട്ട് ചൈതന്യവത്തായ രൂപത്തിലുള്ള നമസ്കാരമായിട്ട് അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ വീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമസ്കാരം ആസ്വാദ്യകരമാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഭക്തി നമ്മൾ കാത്തു സൂക്ഷിക്കുക, തഖ്വ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അതുപോലെ അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവുക. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, റസൂലുള്ള നമസ്കരിച്ചതുപോലെ നമസ്കാരം നിർവഹിക്കുക. അള്ളാഹുവുമായുള്ള മുനാജാത്താണിത്, അഭിമുഖ സംഭാഷണമാണ് എന്ന ഓർമ്മയോടുകൂടി അവ നിർവഹിക്കുക. ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടു കൂടി നിർവഹിക്കാൻ കഴിയുക. ഇതെന്റെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ ജുമാ നമസ്കരിക്കാൻ പോവാണ്. അസ്റിന് നമ്മൾ ഉണ്ടാവില്ലെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷെ നമ്മുടെ മരണം ആ അസ്റിന് മുമ്പായേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ജുമാ നമസ്കാരമായിരിക്കും നമ്മുടെ ഏറ്റവും അവസാനത്തെ നമസ്കാരം. അപ്പോൾ അങ്ങനെ ഓരോ നമസ്കാരവും ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ് എന്ന ആ ബോധത്തോടു കൂടി നമ്മളത് നിർവഹിക്കുക. പിശാചിനെ കരുതിയിരിക്കുക. അതുപോലെ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിന് സുത്ര മറ സ്വീകരിക്കുക. നമസ്കാരത്തിന് ഭംഗം വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അർത്ഥമറിഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. ധൃതി കാണിക്കാതെ തുമഗ്നീനത്തോടു കൂടി ഒരടക്കത്തോട് ഒതുക്കത്തോടു കൂടി നമസ്കരിക്കുക. സുജൂദിൽ റബ്ബുമായി അഖ്റബുമായി യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. ഈ മുഖം പ്രപഞ്ചനാഥനായ റബ്ബിന്റെ മുന്നിൽ ഒരാളുടെ മുന്നിലും കുനിക്കുകയില്ല, വെക്കുകയില്ല എന്ന്, അത് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി ഇല്ല എന്ന് പ്രതിജ്ഞ ചെയ്തവരാണ് നമ്മൾ. എങ്കിൽ ആ പ്രപഞ്ചനാഥന്റെ മുന്നിൽ അത് വെക്കുമ്പോ റബ്ബുമായി ഏറ്റവും അടുത്ത സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട്, റബ്ബിനെ ധാരാളമായി പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള തേട്ടങ്ങൾ റബ്ബുമായി പങ്കുവെക്കാനുള്ള അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, വിനിയോഗിക്കേണ്ടതുണ്ട്. ആ നിലക്ക് പൂർണ്ണമായ സാന്നിധ്യത്തോടു കൂടി നിസ്കരിക്കുമ്പോ നമസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ അബ്ദ ലയുസല്ലി അസ്സലാ, ഒരു അടിമ നിസ്കരിക്കുമ്പോ മാ യുക്തബു ലഹു, അവന് പ്രതിഫലം രേഖപ്പെടുത്തുന്നത് പല രൂപത്തിലാണ്. അതിലൊന്ന് ഇല്ല ഉശുറുഹ, 10 പ്രതിഫലത്തിന്റെ 10 മാത്രം പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നവരുണ്ട്. സുസ്ബുഹ 9, സുമുനുഹ 8, സുബുഹ 7, സുദുസുഹ 6, ഹുംസുഹ 5, റുബുഹ 4, സുലുസുഹ 3, നിസ്ഫുഹ പകുതി, ആ രൂപത്തിലൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ നമസ്കാരത്തിൽ നമ്മുടെ ഹൃദയ സാന്നിധ്യം എത്ര ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മുടെ നമസ്കാരത്തിനുള്ള പ്രതിഫലം. അത് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തസ്ലീം വരെ പൂർണ്ണമായ മനസാന്നിധ്യത്തോടു കൂടി. ശൈത്താൻ നമ്മുടെ മനസ്സിനെ റാഞ്ചിക്കൊണ്ടുപോകാൻ, തട്ടിക്കൊണ്ടുപോകാൻ പ്രത്യേക പിശാചുക്കളുണ്ട്. അവരെ വരാൻ അനുവദിക്കാതെ പൂർണ്ണമായ മനസാന്നിധ്യത്തോടു കൂടി, ഖുശൂഅോടുകൂടി അവ നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടാത്ത നമസ്കാരത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന പ്രാർത്ഥനകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരമൊരു നമസ്കാരമായി, സ്വീകരിക്കപ്പെടാത്ത നമസ്കാരമായി തള്ളപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ നമസ്കാരത്തിന് ഒരിക്കലും ഉണ്ടാവരുത്. ആ നിലക്ക് പരലോകസാധ്യമായി വിചാരണക്ക് വിജയമാകുന്ന കർമ്മം എന്നുള്ള നിലക്ക് സൂക്ഷ്മതയോടുകൂടി അവ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മുഅ്മിനുകളുടെ മുത്തഖികളുടെ കൂടെ നാളെ സ്വർഗീയാരാമത്തിൽ നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറാഫഖത്തോടുകൂടി സ്വർഗത്തിൽ കഴിയാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحق